എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഇന്ന് ഈ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് തമ്പുരാൻ ഇടവകയിലെ 22 കുട്ടികളാണ് തയ്യാറായിട്ട് നിൽക്കുന്നത്. ഇത്രയും കാലം മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞ ഈശോയെ ഇന്ന് സ്വന്തം നാവിൽ സ്വീകരിക്കുന്നതിനുള്ള ഒരു സന്തോഷത്തിലാണ് അവരൊക്കെ. അപ്പോൾ കഴിഞ്ഞ 1 മാസമായിട്ടുള്ള പരിശീലനത്തിൻ്റെ ഒക്കെ ഒരു പൂർണ്ണതയിൽ അവരിന്ന് എത്തി നിൽക്കുകയാണ്. അപ്പോൾ വെള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട് ആ ഒരു ആഹ്ലാദത്തിൽ അവരും അവരുടെ കുടുംബങ്ങളും ഒക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ആഹ്ലാദത്തിൽ പങ്കുചേരാം. അപ്പോൾ നമ്മുടെ ഇവിടെ പിള്ളേരൊക്കെ ഇപ്പോൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ അവരുടെ അടുത്തേക്ക് പോവാം. ഹലോ, എൻ്റെ പേര് നേഹ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തിനാണ് വന്നേക്കുന്നത്? ഈശ്വരൻ സ്വീകരിക്കാൻ. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? പേടിക്കട്ടെ, അത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നല്ല റെഡി ആയിട്ട് മീൻസ് ആ ഒരു ഇതിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഒരുങ്ങുകയൊക്കെ അല്ലേ ചെയ്തേക്കുന്നത്? ഒരുക്കല്ലേ ഈശോയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആത്മീയമായിട്ട് ഒരുങ്ങിയിട്ടുള്ളത്? എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നത്, ടീച്ചർമാരൊക്കെ പറയുന്നത് അനുസരിച്ചിട്ട് പാപങ്ങൾ കുറച്ച് കുറയ്ക്കുന്നത്, പിന്നെ കുമ്പസാരിക്കുന്നത്, സുഹൃത്തുജലം ചെല്ലുന്നത്, അത്രയ്ക്കും. നമ്മുടെ ഇവിടെ ഇപ്പോൾ കുറേ കുട്ടന്മാർ ഇവിടെ റെഡി ആയിട്ട് തിരിയൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമുക്കിനി നേരെ അവരുടെ അടുത്തേക്ക് ഒരാളുടെ അടുത്ത് പോയി ചോദിക്കാം. ഹലോ, എന്താ പേര്? ജുവാൻ ഷെറിൻ. അപ്പോൾ ജുവാനെ, ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഈശോയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ദൈവിക ചൈതന്യത്തിൽ മീൻസ് ആ ഒരു തീഷ്ണതയിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ജീവിതാവസാനം വരെ തുടരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനിയിപ്പോൾ ജുവാൻ്റെ ജീവിതത്തിൽ മാറ്റാൻ പോകുന്നത്? നന്മ ചെയ്ത് വളരും, തിന്മേനകത്തി നിൽക്കും. എങ്ങാനും തിന്മ ചെയ്താൽ കുമ്പസാരിക്കണം. അത് മാതാപിതാക്കളെ പറയുന്ന അനുസരിച്ച് ബഹുമാനിച്ചിട്ടൊക്കെ വളരണം. ഇനി എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ വരുന്നൊക്കെയാണ് പറയണേ. നമുക്കിനി നോക്കാം. നമ്മളിപ്പോൾ 2 കുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ പോയി ചോദിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ കുറേ ആൾക്കാരുണ്ട്, അവരുടെ പാരൻസൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, അവരൊരു ആകാംക്ഷയോട് കൂടി. അപ്പോൾ നമുക്കിനി നേരെ ഒരു പാരൻസിൻ്റെ അടുത്ത് ചോദിക്കാം. നമസ്കാരം, ആരുടെ പേരൻ്റാണ്? ആ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആഗ്രഹത്തിൽ തീഷ്ണതയിലൊക്കെ അവരോട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ആസ് എ പാരൻറ്റ് എന്താണ് തോന്നുന്നത്? എന്താണ് അവരുടെ അടുത്ത് പറയാനുള്ളത്? ഇന്നത്തെ തലമുറയിൽ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. IT, ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ വേൾഡ് എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ആത്മീയതയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കാലഘട്ടമാണെന്ന്. അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ ദൈവത്തിനോട് ഒരു പടി കൂടി അടുക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. തുടർന്നും അവരുടെ ജീവിതത്തിൽ ആത്മീയവും സാമൂഹിക പ്രതിബദ്ധതയും എല്ലാം വളരട്ടെ എന്ന് ആശംസിക്കുന്ന എല്ലാവരെയും. താങ്ക് യു. അപ്പോൾ നല്ലൊരു മെസ്സേജാണ് ഇപ്പോൾ നമുക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാവരും ഒരു ദൈവിക ചൈതന്യത്തിന് വളരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഈശോയൊക്കെ സ്വീകരിച്ച് കുർബാനയൊക്കെ കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് ഇറങ്ങിക്കാണ്. അവരവരുടെ ഫാമിലിയുടെ ഇപ്പോൾ ആ ഒരു സന്തോഷത്തിലായിരിക്കുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് തന്നെ നേരിട്ട് പോയി ചോദിക്കാം അവരുടെ അനുഭവം എന്താണ് എന്നുള്ളത്. ഇത്രയും കാലം ഇപ്പോൾ നിങ്ങൾ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഈശോയെ സ്വീകരിക്കുന്നത് നോക്കി നിൽക്കല്ലേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ 2 പേരും ഇപ്പോൾ ഈശോയെ സ്വീകരിച്ചിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു അനുഭവം എന്തായിരുന്നു? എന്താണ് തോന്നണേ? സന്തോഷമായി. അപ്പോൾ സിനീച്ചി എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാല്ലേ, മക്കൾ കുർബാന സ്വീകരിച്ച് ഈശോയുടെ സ്വീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്, ഹാപ്പിയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ സന്തോഷത്തിലാണ് മക്കളും ഞങ്ങളുടെ കുടുംബവും. ഇതിൽ അതിയായ സന്തോഷമുണ്ട്. ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ആ ഒരു എല്ലാവരുടെ മുഖത്ത് ഒരു ചിരിയാണ് മെയിനായിട്ടുള്ളത്. എല്ലാവരുടെയും മുഖത്ത് ആ ചിരി സന്തോഷവും ഇതും ഇനി ജീവിതാവസാനം വരെ നിങ്ങളുടെ മുഖത്ത് ഈ ചിരി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു ഫാമിലി നമുക്കിവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് അടുത്ത് നേരെ ചോദിക്കാം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈശോയെ ആദ്യമായിട്ട് സ്വീകരിച്ചപ്പോൾ? എനിക്ക് കുറച്ച് പ്രൗഡായിട്ട് കുറച്ച് സന്തോഷം. അപ്പോൾ ചേച്ചിയാണോ? ആ. അപ്പോൾ നിനക്ക് എങ്ങനെയാണ് തോന്നിയത്? ഭയങ്കര സന്തോഷമുണ്ട്. ഈശോ വിളിക്ക് വന്നപ്പോൾ എന്തൊക്കെയോ ഒരു ഫീൽ അത്ര ഇല്ല. അപ്പോൾ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പാരൻസിനെ മക്കളോട് എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? കാലത്തിന് ശേഷം കാത്തിരുന്നൊരു സ്വപ്നമാണ് എൻ്റെ മോളുടെ പൂവണിഞ്ഞത്. 2 വർഷം മുമ്പായിരുന്നു അവൾ കുർബാന സ്വീകരണം നടക്കേണ്ടതായിരുന്നത്. പക്ഷേ എൻ്റെ ഞാൻ ഇവനെ പ്രഗ്നൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഇവൻ ചെറിയ കുട്ടിയായതുകൊണ്ട് ഉള്ള കുർബാന കൊള്ളപ്പെടുന്ന വൈകി. ഇവളും കൂടിയിട്ട് ഞങ്ങൾ വീണ്ടും ഹൗസ് വാമിയും കൂടിയിട്ടാണ് ഇന്ന് നടക്കുന്നത്. അതിൻ്റെതായ ഒരു സന്തോഷം ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ വീട് ഫുള്ളൊരു സന്തോഷത്തിൻ്റെ ഒരു മയമാണ് ഇപ്പോൾ. അപ്പോൾ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷം.
ഇതിനു വേണ്ടി ഒരുക്കിയ ഇവരുടെ സിസ്റ്റേഴ്സ്, അതുപോലെ ബഹുമാനോട് വികാരി അച്ഛൻ, അതുപോലെ ഈ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായി കൊണ്ടുനടക്കാൻ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെതായ ഒരു സന്തോഷത്തിൽ എല്ലാവരുടെയും മുഖത്ത് ഇവിടെ കണ്ടറിയാം, ഇവിടെ നിറച്ച ആൾക്കാരാണ്. അവരുടെയൊക്കെ മുഖത്തുള്ള ഒരു ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് അവരുടെ വീട്ടിലെ ചെറിയ പിള്ളേരുടെയൊക്കെ അവരുടെ വീട്ടിലെ മക്കളുടെ ഒരു ജീവിതത്തിലെ വലിയൊരു ആത്മീയ ജീവിതത്തിൽ വലിയൊരു കാൽവയ്പ്പാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ഇപ്പോൾ ഈ ഫാമിലിയിൽ അപ്പാപ്പനും അമ്മാമ്മയും ഇപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ പ്രായമുള്ള ആൾക്കാരുള്ളത് ആദ്യത്തെയാണ് ഫാമിലിയാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ പേരക്കുട്ടിയുടെ കുർബാന സ്വീകരണമാണ് ഇന്ന് നടന്നത്. അപ്പോൾ ഈ 2 തലമുറയുടെ ഇപ്പോൾ കുട്ടിയുടെ പപ്പയുടെയും ഇതൊക്കെ കണ്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും ജീവിത സമ്പത്തുള്ള സ്ഥിതിക്ക് എന്താണ് ഈ നിമിഷത്തിൽ പേരക്കുട്ടിയോട് പറയാനുള്ളത്? ഞങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്നൊരു ദിവസമാണെന്ന്. മാമോദിസ കഴിഞ്ഞ 2ാമത്തെ ചടങ്ങാണ് ഇത്. അവളെ സംബന്ധിച്ച് അത് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളാ കാത്തിരുന്ന ദിവസം ഇന്ന് വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കതൊരു അനുഭവമാണല്ലോ. പേരക്കുട്ടി പിന്നെ കുർബാന സ്വീകരിക്കണം, വളരെ സന്തോഷമാണ്. നല്ല സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മാമ്മയ്ക്ക് എന്താണ് പറയുന്നത്? അമ്മയ്ക്ക് വളരെ സന്തോഷം. കാരണം എനിക്ക് 3 ആൺകുട്ടികളാണ്. അപ്പോൾ എനിക്ക് ഉണ്ടായൊരു മോളാണിത്, എൻ്റെ മോനെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, വളരെ വളരെ ഒത്തിരി ഹാപ്പിയാണ്. കാരണം അവളെ അത്ര ഹാപ്പിയായിട്ട് ഞങ്ങൾ വളർത്തുന്നത്. അവൾക്ക് ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവൾ സാധിച്ചു കൊടുക്കും. ഞങ്ങൾക്ക് അതേപോലെ ഇങ്ങോട്ടും അതേപോലെ സ്നേഹം കിട്ടുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇതാണല്ലോ. അപ്പോൾ അതെല്ലാം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ ഗ്രാൻഡ് പാരൻസിനൊക്കെ ഭയങ്കര സന്തോഷമാണ് നിന്റെ കുർബാന സ്വീകരണത്തിന്. അപ്പോൾ ഭയങ്കര യങ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് പാരൻസിനെയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം, നല്ല ഡൈയൊക്കെ ചെയ്ത് നല്ലൊരു സുന്ദരികളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് അപ്പോൾ ഇത്രയും ഭയങ്കര ഫീലായിട്ടാണ് പറയുന്നത്. അപ്പോൾ നിനക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, കാരണം എൻ്റെ അമ്മാമ്മയും അപ്പാപ്പനും എന്നെ വളരെ സ്നേഹിച്ച് വളർത്തിയിട്ടുള്ളത്. ഞാൻ എന്ത് പറഞ്ഞാലും അവർ വാങ്ങിച്ചു തരും. നല്ല സ്നേഹത്തോടെ എന്നെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ പറയാൻ വാക്കുകളില്ല അമ്മാമ്മയുടെയും അപ്പാപ്പനോടുള്ള സ്നേഹം കൊണ്ട്. അപ്പോൾ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ചേച്ചിയുടെ ആദ്യത്തെ മകളല്ലേ? എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ കുറേ ദിവസമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. വളരെ ഹാപ്പിയായി. ചേട്ടന്? തീർച്ചയായിട്ടും ഇവരെല്ലാം പറഞ്ഞാലും വളരെ സന്തോഷം. നമ്മളിപ്പം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ 1 മാസത്തോളം നമ്മളെല്ലാം ഇതിനു വേണ്ടി ത്യാഗം അനുഭവിച്ചു. പല രീതിയിലും കാലത്ത് കൊണ്ടുവിടുന്നതായാലും ശരിക്കും ത്യാഗമായിട്ട് 5:30 എണീക്കുകയൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനായാലും എൻ്റെ അനിയനായാലും കറക്റ്റ് സമയത്ത് പള്ളി കൊണ്ടുവിടാനും അതിനുശേഷം കൊണ്ടുവരാനും അതിന് ടീച്ചേഴ്സ്, അച്ഛൻ, പിന്നെ അതിൻ്റെ ബാക്കിൽ പറഞ്ഞ എല്ലാവർക്കും വളരെ നന്ദി. ഇന്നത്തെ കുർബാന മറ്റു കാര്യം ചടങ്ങെല്ലാം വളരെ ഗംഭീരമായി. പിന്നെ പ്രത്യേകിച്ച് ഡാൻസ് അത് മറ്റു പള്ളിയിൽ കണ്ടിട്ടില്ല, ഇനി വേറെ നടക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ഡാൻസ് പഠിപ്പിച്ച എല്ലാവർക്കും, പിന്നെ നമ്മുടെ ടീച്ചേഴ്സ്, അച്ഛന്, മറ്റെല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. എന്തായാലും നമ്മുടെ ചടങ്ങ് വളരെ ഗംഭീരമാക്കാൻ സാധിച്ചതിൽ സത്യമായിട്ടും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അച്ഛനും കൂടിയിട്ടുള്ളതാണ്. കാരണം വേറെ അച്ഛന്മാരൊക്കെ ഇതേപോലെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അച്ഛൻ വളരെ ഹാപ്പി, നല്ല എന്താ പറയുക, പറയാൻ പറ്റില്ല, അത്ര നന്നായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. മീൻസ് പറഞ്ഞത് സത്യമാണ്. ഇതുവരെ എൻ്റെ കുർബാന സ്വീകരണത്തിനൊന്നും ഈ പള്ളിയിൽ വെച്ച് നടത്തിയപ്പോൾ ഈ ഡാൻസ് പരിപാടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി കളിച്ചു, നല്ല സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ടാണ് ഇപ്രാവശ്യം ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു സന്തോഷത്തിലാണ്. ഈ സന്തോഷം നിങ്ങളുടെ ജീവിതാവസാനം വരെ എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പോൾ ഇവിടെ വേറൊരു ഫാമിലി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മീൻസ് ഒരു മോനും മോളും അവരുടെ ഫാമിലി 4 പേരടങ്ങുന്ന ഒരു ഫാമിലിയോട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത് ഈശോയെ സ്വീകരിച്ചിട്ട്? കുറേ നാളായിട്ട് ഞാനത് പഠിച്ചു, ഒരുങ്ങി, നന്നായി പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് ഈശോനെയൊക്കെ സ്വീകരിച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല സന്തോഷമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാരൻസ് ഇപ്പോൾ ഇത്രയും കാലം നിങ്ങൾ മകനെ ഒരുക്കുക കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ വീട്ടിൽ വേറെ പരിപാടികളും എല്ലാം കൂടുതലൊരു മാനേജ്മെൻറ്റ് ടെൻഷനിലാവും നിങ്ങളുണ്ടാവുക. എന്നാലും മക്കളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഇന്ന് വളരെ ഒരുക്കത്തോട് കൂടിയിട്ടാണ് ഇന്ന് ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഒരു ഒരുക്കവും ഭക്തിയും ജീവിതകാലം മുഴുവൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ബ്ലെസ്സിങ് ആണത്. മീൻസ് ജീവിതകാലം മുഴുവനും ഈ ഒരു ഭക്തി ഉണ്ടാവട്ടെ എന്നുള്ളത്. അത് മീൻസ് അച്ഛനും നമ്മളെല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ചേട്ടൻ എന്താണ് പറയുന്നത്? ഈശോയുടെ വഴിയിലൂടെ നയിക്കാൻ മകന് നടക്കാൻ ഒരു അവസരമാണ് ഇപ്പോൾ ഇതുകൊണ്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ ഈശോയെ അനുകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവന് നല്ല ഭാവി ഉണ്ടാവട്ടെ എന്നാഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അത് തന്നെ ആശംസിക്കുകയാണ്.
അപ്പോൾ ശരി. അപ്പോൾ നമുക്ക് അടുത്തൊരു ഫാമിലി ഇവിടെ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ നേഹി അവരുടെ പാരൻസ് ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുറേ കാലത്ത് സ്വപ്നമാണ്, മീൻസ് ആദ്യത്തെ മോളല്ലേ. അപ്പോൾ ആദ്യത്തെ മോളുടെ കുർബാനസിക്കടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് അത്രയും വലിയ ഇമ്പോർട്ടൻസ് വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നിനക്ക് എന്താണ് തോന്നുന്നത് ഈശോയെ സ്വീകരിച്ചപ്പോൾ? സന്തോഷം. നല്ല സന്തോഷമായി. അപ്പോൾ ഈശോ എന്നും നിൻ്റെ കൂടി ഉണ്ടാവും എന്നുള്ളൊരു ബ്ലെസ്സിങ് കിട്ടിയോ? ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? കുറേ നാളായിട്ട് കുർബാനയ്ക്ക് കൂടി ഒരുങ്ങിയിട്ടാണ് മോള് ഈ കുർബാന സ്വീകരണത്തിന് വന്നത്. അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈശോനെ സ്വീകരിക്കാൻ. എല്ലാ ദിവസവും ഡെയിലി കാലത്ത് നേരത്തെ എഴുന്നേറ്റ് ഞങ്ങൾ കുർബാനയ്ക്ക് വരും. പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്ങനെ സ്വീകരിച്ചതാണ് ഈശോയെ. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ട്? പ്രത്യേകിച്ചൊന്നുമില്ല, നല്ലൊരു കാര്യമാണ്. ഒരുപാട് നാളത്തെ പ്രിപ്പറേഷനാണ്. സന്തോഷം. അപ്പോൾ എല്ലാവരോടുള്ള ഫുൾ വീട്ടുകാരും സന്തോഷത്തിലാണ് നിൽക്കുന്നത്. മീൻസ് അവരുടെ മക്കളുടെയൊക്കെ ഇത്രയും ഇവരുടെ ജീവിതത്തിലെ ഇത്രയും വലിയൊരു കാര്യത്തിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ജീവിതാവസാനം വരെ ഈ ഒരു സന്തോഷവും ഒരു ദൈവഭക്തി ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വികാരി അച്ഛൻ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ അവരുടെ കുർബാന സ്വീകരണം കഴിഞ്ഞവർ വീടുകളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അച്ഛനിപ്പോൾ ഇതിനോടകം തന്നെ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കൊക്കെ ആയിട്ട് കുറേ സന്ദേശങ്ങൾ കുർബാന സ്വീകരണത്തിനോടനുബന്ധിച്ച് നൽകിയിട്ടുണ്ടാവും. അത് ഞങ്ങൾക്കറിയാം. എന്നാലും കുർബാന സ്വീകരണം കഴിഞ്ഞ എല്ലാവർക്കുമായി ഒരു സന്ദേശം പോലെ, ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഇന്ന് 22 കുട്ടികളാണ് ആദ്യ കുർബാന സ്വീകരണം നടത്തിയത്. അവർക്കുള്ള ഇന്നലെ ഒരു ഒരുക്കം ഉണ്ടായിരുന്നു. ഇന്നലെ ജോൺസൺ അന്തിക്കാടനച്ഛനാണ് ഈ മാതാപിതാക്കളെ ഒരുക്കിയത്. എനിക്ക് തോന്നുന്നു എല്ലാ മാതാപിതാക്കളും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ മാതാപിതാക്കളും ഇന്നലെ കുമ്പസാരിച്ചൊരുങ്ങി. ഒപ്പം ആദ്യ കുർബാന സ്വീകരണം നടത്തുന്ന എല്ലാ കുട്ടികളും. എനിക്ക് തോന്നുന്നു ഇന്ന് ആദ്യ കുർബാന സ്വീകരണം നടത്തിയപ്പോൾ എല്ലാ മക്കളുടെയും മുഖത്ത് ഒരു പ്ലസൻ്റാണ് അവർ. എനിക്ക് തോന്നുന്നു ഒരു ആദ്യമായിട്ട് ഈശോയെ സ്വീകരിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ആഹ്ലാദവും സന്തോഷമൊക്കെ അവരുടെ മനസ്സിലുണ്ട്. എന്തായാലും എല്ലാ മക്കളും നല്ലവരാവട്ടെ. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഈശോയോട് ചേർന്ന് നിൽക്കട്ടെ. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കട്ടെ. ഒപ്പം കൂടെ നിൽക്കുന്ന വളർത്തുന്ന മാതാപിതാക്കൾ അവരുടെ നന്മയാവട്ടെ, അവരുടെ വളർച്ചയാവട്ടെ. മാതാപിതാക്കളുടെ മനസ്സിൽ എപ്പോഴും തമ്പുരാനിലേക്ക് ചേർത്ത് പിടിക്കുന്ന നല്ല മാതാപിതാക്കളായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുക. നല്ല ഇടവക സമൂഹമാട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം ടീച്ചർമാരുണ്ട്. നമ്മുടെ അടുത്ത് കാറ്റീസ് അധ്യാപകരും സിസ്റ്ററും എല്ലാവരും ഇവിടെയുണ്ട്. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മുടെ കുട്ടികളുടെ കുർബാന സ്വീകരണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ആത്മീയ വളർച്ചയ്ക്ക് മെയിനായിട്ട് ഒരു പിന്തുണ നൽകിയത് നമ്മുടെ ടീച്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഭയങ്കര സന്തോഷമായിട്ടാണ് ഇവരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ അത് ചോദിക്കാം. അവർക്ക് എന്താണ് അനുഭവപ്പെടുന്നത്, എന്താണ് കുട്ടികളെ കുറിച്ച് പറയാനുള്ളത്, എന്താണ് അവരോട് പറയാനുള്ളതെന്നൊക്കെ. കുട്ടികളെ ഇങ്ങനെ പരിശീലിപ്പിക്കാനായിട്ട് കിട്ടിയ ഒരു നല്ല അവസരമാണ്. കാരണം ഇനിയും കുറച്ച് മുതിർന്ന് വരുമ്പോൾ അവർ പറയും ഈ ടീച്ചർ എന്നെ പഠിപ്പിച്ചു, ഈ സിസ്റ്റർ എന്നെ പഠിപ്പിച്ചു എന്ന് പറയണത് ഒരു ഗുരുഭൂതരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് പ്രത്യേകിച്ച് ആത്മീയമായ രീതിയിലാകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടി സന്തോഷമാണ്. കാരണം ആദ്യമായിട്ട് എന്ന് പറയാൻ പറ്റില്ല, ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണമാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞത്. അപ്പോൾ 22 പേരും 24 പേരിൽ 22 പേരും ഇപ്പോൾ ഈ ഉണ്ണീശോയെ സ്വീകരിച്ച വളരെ വലിയൊരു സന്തോഷത്തിലാണ് അവർ ആയിരിക്കുന്നത്. ഇവരെ പരിശീലിപ്പിക്കാൻ ഞങ്ങൾക്ക് ഈ അവസരം ഒരുക്കി തന്ന ഇടവകയ്ക്ക്, വികാരിച്ചിന് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഈ കൊച്ചുമക്കളെ ആത്മീയമായി ഒരുക്കാൻ നൽകിയതിന് ആദ്യമായി തന്നെ തമ്പുരാനോട് നന്ദി പറയും. ഞങ്ങൾക്ക് കിട്ടിയ ബോധ്യങ്ങൾ ഞങ്ങളെ തലമുറയ്ക്ക് കൈമാറാൻ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അവർ ഏത് കാലത്തും അവർക്ക് ആദ്യ കുർബാന സ്വീകരണത്തിന് ഞങ്ങളെ ഒരുക്കിയ ടീച്ചർമാരെ അവർ ഓർമ്മിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. അവർക്കതിനുള്ള അനുഗ്രഹം അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ വേണ്ട വിധത്തിൽ ഒരുക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ ബോധ്യം. ഞങ്ങൾ പരിചയമുള്ള പിള്ളേർ തന്നെയാണ് നമ്മുടെ ഇടവകയിലത്തെ ആയതുകൊണ്ട്. പക്ഷെ അവരായിട്ട് കുറച്ചും കൂടിയും അടുപ്പം വരാൻ വേണ്ടിയിട്ട് ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിച്ചു. അതുപോലെ തന്നെ അവരെ ആത്മീയമായി ഒരുക്കുന്ന സമയത്ത് പാപത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ വളരെ നിഷ്കളങ്കതയോട് കൂടിയിട്ട് അതൊക്കെ ഏറ്റെടുത്തു. അവരുടെ പേപ്പറുകളിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ 20, 25, 30 പാപങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തത് അതിലും കൂടുതൽ അവർക്കുണ്ട്. ഇന്നലെ ഒരു പ്രത്യേകത ഒരു സംഭവം കൂടി ഉണ്ടായി. ഒരുത്തൻ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് കുംസാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് തോന്നി ഇനി 2 പാപം മറന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അവൻ മറ്റേ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കുംസാരിച്ചു. അത് ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ഒരു കുട്ടി രണ്ടാമതും കൂടി പോയിട്ട് അച്ഛനോട് പോയിട്ട് കുംസാരിക്കുക എന്നുള്ളത്. അങ്ങനെ അവരായിട്ട് നമ്മൾ നന്നായി അടുത്തിട്ടുണ്ട്. ഇനി കാറ്റീസിൻ്റെ ക്ലാസ്സിലെ
കുറച്ചും കൂടി കൂടുതൽ അവർ പേഴ്സണലായിട്ട് തന്നെ ഇപ്പോൾ നമ്മളോട് ഹായ് പറയലും അങ്ങോട്ട് പോകുമ്പോഴൊക്കെ പറഞ്ഞ് നമ്മളായിട്ട് ഒരു ആത്മബന്ധം കൂടി കുറച്ചും കൂടി മറ്റേ ചെറിയ ക്ലാസ് ആയിരുന്നു നമ്മളധികം പരിചയം ഉണ്ടാവാറില്ല. ഇപ്പോൾ ആ പിള്ളേർ നല്ല അടുപ്പുള്ള പിള്ളേരായിട്ട് മാറി. അവർക്കിപ്പോൾ നമ്മൾ ഇടയ്ക്കുന്ന് എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ തന്നെ എന്തെങ്ങനെ ചെയ്യണേ എന്ന് ചോദിക്കാനുള്ളൊരു ആധികാരികമായ സ്നേഹം കൂടി അവർ ഞങ്ങൾക്ക് നൽകി. ഇതിനൊക്കെ സഹായിച്ച നല്ല ദൈവത്തിനും അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു. ഉണ്ണീശോയുടെ കൊച്ചു കൂട്ടുകാരായി ആത്മീയമായി ഒരുക്കുവാൻ അവസരമൊരുക്കി തന്ന ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി അച്ഛനും അതുപോലെ സിസ്റ്റേഴ്സിനും ബെന്നിമാഷിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അവർ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ഏറ്റവും സ്നേഹത്തോടുകൂടി നമ്മളെ വിളിക്കുകയും നമ്മളോടൊത്ത് ആ സമയം പങ്കിടുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷം. അതുപോലെ തന്നെ അവർ പ്രാർത്ഥനയിൽ ടീച്ചറെ ഞങ്ങളും ഓർക്കും എന്ന് പറയുമ്പോൾ അതും ഒരു സന്തോഷമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. ഇത്രയും പറഞ്ഞ് സ്വർഗത്തിലെ മാലാഖമാർക്ക് സമമാണ് ഇന്ന് ഈശോയെ അനുഭവിച്ച 22 കുഞ്ഞുങ്ങളും. ഇന്നിൻ്റെ വിശുദ്ധിയും സന്തോഷവും ഇനിയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോയെ ആദ്യമായിട്ട് സ്വീകരിക്കാൻ ഈ കുഞ്ഞുമക്കളെ ഒരിക്കലൊരു അവസരം ലഭിച്ചതിൽ ഈശോയോട് നന്ദി പറയുന്നു. എന്നും അവരുടെ ജീവിതത്തിലെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഈശോയോടും അൾത്താരയോടും ചേർന്ന് നിൽക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോയെ സ്നേഹിച്ച് ഈശോയെ അനുഭവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കുഞ്ഞുമക്കളെ ഇനിയും അവരോടൊപ്പം ആയിരിക്കാനുള്ള ഒരു അനുഗ്രഹവും കൂടിയാണ് ഞങ്ങൾക്കുള്ളത്. അതിനായിട്ട് ഈശോയോട് ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടെ മതബോധന പ്രധാന അധ്യാപകൻ ബെന്നിമാഷ് നമ്മുടെ കൂടെ ആയിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വലിയൊരു മാതൃക നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബെന്നിമാഷ്. അപ്പോൾ ബെന്നിമാഷിനെ ഈ കുർബാന സ്വീകരണത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ബെന്നിമാഷിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഇന്ന് എരനെല്ലൂർ ഇടവകയിലെ 22 കുട്ടികളാണ് അവരാദ്യമായിട്ട് ഈശോയെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവരെല്ലാവരും വിശ്വാസ പരിശീലനത്തിലായിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. വിശ്വാസ പരിശീലനത്തിൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരുപക്ഷെ രണ്ടാമത്തെ പടി എന്ന് വേണമെങ്കിൽ പറയാം. പ്രവേശക കൂദാശകളിൽ പെട്ടത് ആദ്യ കുർബാന സ്വീകരണം. അവരിന്ന് മനസ്സറിഞ്ഞിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കുകയാണ്, ഈശോയെ സ്വീകരിച്ചിരിക്കുകയാണ്. വിശ്വാസ പരിശീലനത്തിനായുള്ള വിദ്യാർത്ഥികളെല്ലാവരും നമുക്കറിയാം അവർ വിശ്വാസത്തിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ട് ഈശോയെ സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഈ വിശ്വാസ അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരണത്തിലൂടെ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ ഭാവി ജീവിതത്തിൽ ഈശോയിൽ കൂടുതലായിരിക്കാനും ഈശോയുടെ ദിവ്യ ചൈതന്യം ഹൃദയത്തിലായി സൂക്ഷിക്കാനും അവരുടെ മുഴുവൻ ജീവിതത്തിലും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അവർക്കെല്ലാവർക്കും നന്മ ആശംസിക്കുന്നു. കുട്ടികളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത് എന്ന തിരുവചനത്തെ പോലെ എന്നും ഇനി ഈശോയോട് ചേർന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ആ ഒരു ദൈവഭക്തിയിലെ ഈ കുട്ടികളെല്ലാം ആയിരിക്കുവാൻ ഞാൻ ആശംസിക്കുന്നു. ഇനി ഈ സന്തോഷം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.